നമ്മൾ വൺസ് ഇതിനകത്ത് എന്തോരം രൂപ മുടക്കുന്നുണ്ടോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നേഴ്സിൻ്റെ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. നമ്മുടെ എംപ്ലോയർ നമുക്ക് റീംബേഴ്സ് ചെയ്ത് തരും. അവർ തന്നെ പറയുന്നുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് വിത്തൗട്ട് 3 ലക്ഷം നമ്മൾ കൊടുക്കണം. പിന്നെ അതിന് പുറമെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം. ഇവിടെ അറ്റസ്റ്റേഷന് വേണ്ടി നമ്മൾ ട്രിവാൻഡ്രത്ത് പോകണമായിരുന്നു, ട്രിവാൻഡ്രം ഗോയത്തേൽ പോകണമായിരുന്നു. അപ്പം അതിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പൈസ മുടക്കുന്നത്. അതെന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല ഈ അറ്റസ്റ്റേഷൻ ചെയ്യുന്നത്. ഒന്നിനും ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. ഓക്കെ, നമ്മൾ ഒറിജിനലാണ് ഈ കൊടുക്കുന്നത്, അറ്റസ്റ്റേഷൻ്റെ ഒറിജിനൽ. പക്ഷേ അത് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. സ്റ്റിൽ ഇന്നും നമുക്കത് തിരിച്ചു കിട്ടിയിട്ടില്ല. ആ പൈസ എന്തായി? നമുക്ക് വളരെ വേസ്റ്റായി പോയി. നമ്മൾ പൈസ മുടക്കുന്നതിൻ്റെ ഒരു അവർ നമ്മളോട് ആ ഒരു നീതി നമ്മളോട് ശരിക്കും പറഞ്ഞാൽ കാണിക്കണം. അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ 4 മാസം വെയിറ്റ് ചെയ്തു. അങ്ങനെ 4 മാസം വെയിറ്റ് ചെയ്തു. ആ കൃത്യം 4-ാം മാസം തീരാകുന്ന ദിവസം ഞങ്ങൾ എന്ന് ചോദിച്ചു, ഓക്കെ സാറേ ബഷീറിനെ പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? ഓക്കെ, ഉടനെ ആൾ പറയുന്ന ഒരു കാര്യം, 4 മാസം ആയില്ലല്ലോ, 2 months ആയതേ ഉള്ളൂ. അപ്പോൾ അന്ന് എൻ്റെ അച്ഛൻ എൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അല്ല 4 മാസം ഇന്ന ഡേറ്റിലാണ് ഞങ്ങൾ ബഷീർ സൈൻ ചെയ്തത്. ഇപ്പം ഞങ്ങൾ 4 മാസം സത്യം പറഞ്ഞാൽ നോക്കിയിരിക്കുമായിരുന്നു സാറേ, 4 മാസം എന്നല്ലേ സാറ് പറഞ്ഞത്. ഓക്കെ, അപ്പം പറയുന്നത് ഇല്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട്, 2 months അത് ആയിട്ടുള്ളൂ. 4 മാസം നിങ്ങൾക്ക് കൃത്യമായ ഓർമ്മയുള്ളത് അയാളും ഒരു എന്താ പറയുക ഷെയിമില്ലാതെ മാനിപ്പുലേറ്റ് ചെയ്തു. ഓക്കെ, 2 months മേ ബി ചിലപ്പം ആൾ മറന്നു പോയതാണോ എന്നറിയില്ല. പക്ഷെ നമ്മളോട് 2 months എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം പിന്നെയും 1 month കൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 1 month കൂടെ വെയിറ്റ് ചെയ്തു. അപ്പം ഒരു ദിവസം എന്താണെന്നറിയില്ല പെട്ടെന്നൊരു സുപ്രാതി സാറ് പറഞ്ഞു, നമുക്ക് അടുത്ത ബഷീർ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അത് ക്യാൻസൽ ആക്കിയോന്നോ ഒക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് അത് ഇത്രയും ആയില്ലേ, ഇനി ഇപ്പം അതിനൊരു വാലിഡിറ്റി ഇല്ല, നമുക്ക് ഒന്നുകൂടെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം തന്നെ നമുക്കൊരു ഇതായി, ലൈക്ക് ഇത്രയൊന്നും വരില്ല. നമുക്ക് അറിയാവുന്നവരോടൊക്കെ അപ്പോൾ പറയുന്നത്, എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയവർ പറയുന്നത്, എടി അത് കറക്റ്റ് അല്ല കേട്ടോ, കാരണം ഇങ്ങനെയൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പൈസ മുടക്കേണ്ട ഒരു ആവശ്യകത ജർമ്മനിയിലോട്ട് ഇല്ല. ഓക്കെ, അപ്പോഴത്തേക്ക് എൻ്റെ ഒരു 2 ഫ്രണ്ട്സോളം വേറെ സ്ഥലത്ത് പഠിച്ചിട്ട് പോയവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ അവരുടെ നമ്പറൊക്കെ തരാം. പക്ഷെ ഒന്നാമത്തെ കാര്യം ഇത്രയും പൈസ എവിടെയും കൊടുക്കേണ്ട ഒരു ആവശ്യകത ഇല്ലെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോഴും ഈ 2ാമത് ബഷീറിൽ നമ്മുടെ ഒരു പ്രതീക്ഷയുണ്ട്, ഒന്ന് ഇങ്ങനൊരു ഫോൾട്ട് വന്നതുകൊണ്ട് ഇനിയിപ്പോൾ കറക്റ്റായിട്ട് ചെയ്യുമായിരിക്കും. ഓക്കെ, എന്നാലും സൈഡ് ബൈ സൈഡായിട്ട് എനിക്കൊരിതുണ്ട്, ഇയാൾ ഇനി ചിലപ്പോൾ ലാഗ് വരുത്താം. ഓക്കെ, അപ്പം അങ്ങനെ വീണ്ടും ബഷീറിനെ സബ്മിറ്റ് ചെയ്ത് ഒരു 2 months ആയി. ഒരു 2 months ആയപ്പോഴത്തേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു, പഴയ ആ ഒരു സംഭവങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 months ആയുള്ളല്ലോ, 2 months കൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു, ലൈക്ക് ഇത് നടക്കത്തില്ല. എൻ്റെ വീട്ടിലാണേലും അപ്പോൾ ഒന്ന് ഓർക്കണം, നമ്മൾ ഈ പ്രത്യേകിച്ചുണ്ടല്ലോ ഈ ലാംഗ്വേജ് എടുക്കുമ്പോൾ എല്ലാവരും നമ്മളിൽ തന്നെയായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ആണെങ്കിലും എന്നോട് പറയാറുണ്ട്, മിസ്സേ ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഈ ഒരു ലാംഗ്വേജ്, കാരണം നമുക്കിതിൽ ലാഗ് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഒത്തിരി സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ആ ഒരു ബാക്ക് സ്റ്റാം ഒക്കെ ഒത്തിരി കേൾക്കേണ്ടി വരും. ലൈക്ക് മനസ്സിലായില്ല, അതായത് ഒത്തിരി ഇപ്പം ഓരോരുത്തരും നമ്മളെ കളിയാക്കുന്നത് പോലെ പറയും. ജർമ്മൻ ലാംഗ്വേജ് അറ്റംപ്റ്റ് ചെയ്തേനാ? ഓക്കെ, ജർമ്മൻ ലാംഗ്വേജ് അറ്റംപ്റ്റ് ചെയ്യുന്നതിനല്ല, ഇപ്പൊ അവള് പഠിച്ചു കഴിഞ്ഞല്ലോ, പഠിച്ചു കഴിഞ്ഞിട്ടും എന്താ പോകാത്തത്? ഓക്കെ, പക്ഷെ ഇതിന് ഒത്തിരി കടമ്പകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ട്രാൻസ്ലേഷൻ ഉണ്ട്, അറ്റസ്റ്റേഷൻ ഉണ്ട്, ബഷീർ ഉണ്ട്, ദെൻ VFS ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാനായിട്ട് താമസമുണ്ട്, ഇത് നമുക്കറിയാം. ഓക്കെ, പക്ഷെ ഈ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരുടെയും ഒരു ഇതെന്താണെന്നറിയോ, നമ്മൾ ഇപ്പൊ കയറിപ്പോകും എന്നുള്ളൊരിതാണ്. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു ടൈമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ പീരീഡിൽ എൻ്റെ കേസ് എന്ന് പറയുമ്പോൾ വളരെ എക്സ്റ്റെൻഡ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഈ ഒരു 1 year-ഓളം ഞാൻ ഇത് തന്നെയാണ് കേൾക്കുന്നത്. നമ്മുടെ റിലേറ്റീവ്സ്, അതുപോലെ ഇപ്പോൾ പ്രത്യേകിച്ചും ഓഫ്ലൈൻ പോയി പഠിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ നൈബേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ അറിയാം. ഓക്കെ, ഇയാൾ ഇന്നതാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം എൻ്റെ കൂട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്ത ആളുകൾ തന്നെ ഈ നൈബേഴ്സിൻ്റെ ഒക്കെ തന്നെ റിലേറ്റീവ്സ് കാണുമായിരിക്കുമല്ലോ. അപ്പം അവരൊക്കെ എന്നോടൊപ്പം സ്റ്റാർട്ട് ചെയ്തവരാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് ഇപ്പോൾ 1 year-ഓളം ആയിട്ടുണ്ട്. അപ്പം അവർ ഈ പ്രോസസ്സിങ് തന്നെയാണല്ലോ ചെയ്തത്. കുട്ടിക്ക് എന്താ ഇങ്ങനെ, അതായത് മോൾ ഇനിയും മൊഡ്യൂളൊക്കെ പാസ്സാകാനായിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ. പക്ഷെ നമുക്കറിയാം നമ്മുടെ കഷ്ടപ്പാട്, കാരണം നമ്മൾ ഉറക്കം അളച്ച് പഠിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ B2 വരെ പാസ്സാകുന്നത്. അപ്പോൾ ഓരോ നേഴ്സസിനും അറിയാം ഈ ലാംഗ്വേജ് പഠിക്കുന്ന അത്രത്തോളം ശരിക്കും പറഞ്ഞാൽ എഫേർട്ട് കൊടുത്താലാണ് നമ്മൾ ഇതിനകത്ത് പാസ്സാക്കി എടുക്കുക. എന്നാൽ ലാംഗ്വേജ് ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ സിമ്പിളാണ്, എന്നാൽ നമ്മൾ അത്രത്തോളം ഹാർഡ് വർക്ക് കൊടുക്കണം.
അപ്പം ഇത്രയും നമ്മൾ ആ പുറകിൽ നിന്നുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നതും ഒക്കെ സഹിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പീരീഡ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇല്ല ഇവിടെ നടക്കുകയില്ല ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വേറൊരു സ്ഥലത്ത് നമ്മൾ നോക്കണം. ഇതെനിക്ക് ക്വിറ്റ് ചെയ്യാനും പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് ഇതേ ഉള്ളൂ, ഈ ഒരു ഇത് ഞാൻ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചിലപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് വരത്തില്ല. അപ്പോൾ പിന്നെ ഇതുമായിട്ട് കണ്ടിന്യൂ ചെയ്യാന്നുള്ള ഒരേ ഒരു വേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ എന്ത് ചെയ്തു, അങ്ങനെയാണ് ഞാൻ ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്ട് ചെയ്യുന്നത്. ഓക്കെ, യൂഷ്വലി ഇങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ്, നമ്മളിങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പൊതുവെ ഇത്തരത്തിലൊരു ബാഡ് എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാരും അത് ഗിവപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ശില്പ ഗിവപ്പ് ചെയ്തില്ല, ഇതാണ് അതിൻ്റെ റീസൺ അല്ലേ? അതെ, ഓക്കെ, കറക്റ്റ്. അതായത് നമ്മൾ ഇതും ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ? ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആളെ എടുത്ത് ഞാൻ പറയുവാണ്. അപ്പോൾ എപ്പോഴും എന്നെ സപ്പോർട്ട്, ആൾ UK യിലാണ്, എപ്പോഴും സപ്പോർട്ടീവായിട്ട് നിൽക്കും. ആൾ എന്നോട് പറയും, ഓക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി, ഓക്കെ സോ അതവിടെ ക്വിറ്റ് ചെയ്യാന്നുള്ളതല്ല, അതിൽ നിന്ന് നമ്മൾ എങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പം അങ്ങനെയുള്ള കുറച്ച് നല്ല പേഴ്സൺസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ലൈഫിൽ. അങ്ങനെയുള്ളവരുടെ ആ ഒരു വേർഡ്സുകളും കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഡിസിഷനെ തന്നെ കുറേ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നമുക്ക് പറ്റിയത്. ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ടെന്ന് പല വഴിക്കും കേൾക്കാറുണ്ട്. അതിൽ ഒരു സ്കാമിൻ്റെ വിക്ടിമാണ് ശില്പ ഒരു തരത്തിൽ. അപ്പോൾ ഇങ്ങനെ നഴ്സസ് ടു ജർമ്മനി അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ടു ജർമ്മനി എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇന്നും സ്കാംസ് നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ശില്പയ്ക്ക്? ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു പാത്വേ ചൂസ് ചെയ്യുന്ന ആൾക്കാരോട്, നഴ്സുമാരോട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനോട് എന്തൊക്കെ സിംറ്റംസ് ആണ് ഇങ്ങനത്തെ സ്കാംസിൽ നിന്ന് ഒഴിവാക്കണം എന്ന്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ റെഡ് ഫ്ലാഗുകൾ എന്ന് ശില്പയ്ക്ക് തോന്നുന്നു? ഓക്കെ, അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഇൻസിഡൻറ്റ് ഞാൻ ഓൾറെഡി ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലായിടത്തും ഒരു കോയിന് നല്ലൊരു സൈഡും കാണും, ദെൻ ചീത്തൊരു സൈഡും കാണും. അപ്പം എല്ലായിടത്തും എല്ലാ ഏജൻസീസും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനകത്ത് തന്നെ എനിക്കിപ്പോൾ ഇൻസിഡൻറ്റ് തരുന്നത് കുറേ ഏജൻസികൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പം അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഫസ്റ്റ് കാര്യം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് ജർമ്മൻ പ്രോസസ്സിംഗ് എന്ന് ആദ്യം അറിയുക. ഇപ്പം എനിക്കറിയില്ലായിരുന്നു, എനിക്ക് 0 നോളജ് ആയിരുന്നു ഇതിലേക്ക് എത്തിപ്പെട്ടപ്പോൾ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെയല്ല, നമ്മൾ ആദ്യം തന്നെ നമ്മൾ അറിയണം, ഓക്കെ ഈ ഏജൻസീസ് ഇതിനു മുമ്പ് ആൾക്കാരെ വിട്ടിട്ടുണ്ടോ, ഓക്കെ സോ അല്ലെങ്കിൽ ഇവർക്ക് യൂഷ്വലി എത്ര നാളാണ് ഇവരുടെ പ്രോസസ്സിങ് ടൈം എടുക്കുന്നത്. ഓക്കെ, അതിനകത്ത് തന്നെ ഇപ്പം അവരെ പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്തവരുടെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം തന്നെ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുവാണെങ്കിൽ ഓക്കെ അത് ത്രൂ കണ്ടിന്യൂ ചെയ്യാൻ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ത്രൂ ഔട്ടിനി നമ്മൾ പ്രോസസ്സിങ്ങിൻ്റെ ഇടയ്ക്ക് ഇപ്പം എന്തെങ്കിലും പൈസ വേണ്ടാന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങുക, ദെൻ അതുപോലെ തന്നെ ഒത്തിരി ലാഗാകുക. ഓക്കെ, ബഷീഡ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു 4 മന്തൊക്കെ മാത്രമേ എടുക്കുകയുള്ളൂ. ഓക്കെ, അതും ചില സ്റ്റേറ്റുകളിൽ മാത്രം. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കുക, നമ്മൾ പോകാനിരിക്കുന്ന സ്ഥലം മനസ്സിലാക്കുക. ഓക്കെ, അവിടെ യൂഷ്വലി എത്ര നാളാണ് ബഷീഡിന് ഓവറോൾ പ്രോസസ്സിങ്ങിന് എടുക്കുക, ഇതൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു വെക്കുക. ഓക്കെ, പിന്നെ ഒരു എക്സ്റ്റെൻഡ് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത് തുടക്കത്തിലുള്ള ചെറിയ ചെറിയ വാർണിംഗ് സൈൻസ് ആണെന്ന് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോഴും ഞാൻ പറയുവാണ് എല്ലാവരും അങ്ങനെയല്ല. ബിക്കോസ് നമ്മുടെ ടൈം എന്ന് പറയുന്നത് അത്രയും പ്രഷ്യസ് ആണ്. കാരണം നമ്മളിപ്പോൾ 1 വർഷം മുമ്പ് ജർമ്മനിയിൽ ചെല്ലുവാണെങ്കിൽ അത്രത്തോളം നമുക്ക് ഇൻകം ഉണ്ടാകും, അത്രത്തോളം നമുക്ക് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, നമ്മുടെ ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് നല്ല പ്ലാൻഡ് ആയിരിക്കണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഓൺലൈൻ ട്യൂട്ടറാണ്. അപ്പം എനിക്ക് പറ്റാവുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ഓരോ ബാച്ചസ് കിട്ടുമ്പോഴും സ്റ്റുഡൻസിനോട് ഞാൻ ഒരു ടൈം എടുത്തിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ലൈക്ക് ഇങ്ങനെയാണ് പ്രോസസ്സിങ്. കാരണം നമ്മൾ ചോദിക്കുമ്പോൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനൊക്കെ എടുത്തു കൊടുക്കുമ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറമേ വന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാകും. ഓക്കെ, ഇതുപോലെ ഇൻസിഡൻറ്റ് ഉണ്ടായിരിക്കുന്നവരെ എനിക്കറിയാം, അതുപോലെ തന്നെ പുറമേ നിന്ന് B2 കഴിഞ്ഞിട്ട് വന്നവരെ എനിക്കറിയാം. ഓക്കെ, അപ്പോഴത്തേക്കും ഞാൻ ചോദിക്കുമ്പോൾ ചിലപ്പം അവർക്കൊന്നും തന്നെ ഈ പ്രോസസ്സിങ്ങിനെ പറ്റി അറിയത്തില്ല. അപ്പം അവർക്കും ചിലവർക്ക് ഇങ്ങനെ മോശകരമായ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പം ഞാൻ അവർക്ക് കുറച്ച് ടൈം എടുത്ത് കൊടുത്ത്, അതൊരു ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് നമ്മുടെ ടോപ്പിക്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ടൈം ഞാൻ ഫൈൻഡ് ചെയ്യും എങ്ങനെയെങ്കിലും. എന്നിട്ട് ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ലൈക്ക് എനിക്കിങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ഓക്കെ ഇങ്ങനെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ജർമ്മനി ചെന്ന് കഴിഞ്ഞിട്ട് അവിടെയും നമ്മുടെ ആ കടമ്പ തീരുന്നു. അവിടെ ചെന്നു എന്ന് കരുതിയിട്ട് ഒരിക്കലും അവിടെ തീരുമല്ല. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് അവിടെ ചെന്നൊരു 2 എക്സാം ഉണ്ട്. ഒന്നെങ്കിൽ കെന്നീസെ പ്രൂഫ് അല്ലെങ്കിൽ അൻപാസിംഗ് ലെർഗാങ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്താണ് നമ്മുടെ എംപ്ലോയർ ചൂസ് ചെയ്യുന്ന ആ ഒരു എക്സാം, ഓക്കെ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അതിനൊക്കെ ഡിഫറൻസ് ഉണ്ട്. ഇതൊന്നും
ചിലപ്പം സ്റ്റുഡൻസ് അറിയില്ലായിരിക്കും. എന്നാലും ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം അതായത് എൻ്റെ ആ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യരുത്, ആർക്കും എക്സ്പീരിയൻസ് ചെയ്യരുത്. ഓക്കെ, ടൈം അത്രത്തോളം വിലപ്പെട്ടതാണ്. നമ്മൾ എടുക്കുന്ന ആ ഒരു ഓരോ തീരുമാനമായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇനിയുള്ള ഫ്യൂച്ചർ സത്യം പറഞ്ഞാൽ ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഒരു ടോട്ടൽ ജേണിന്റെ ഏത് പോയിന്റിലായിരുന്നു ലാൻഡ്സ്റ്റുഡിനെ പറ്റി കേൾക്കുന്നത്, എങ്ങനെയാണ് ലാൻഡ്സ്റ്റുഡിൽ എത്തിയതും ലാൻഡ്സ്റ്റുഡിലെ മൊത്തത്തിലുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഓക്കെ, അതായത് ലാൻഡ്സ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഞാൻ ആദ്യം പറയുവാണെങ്കിലുണ്ടല്ലോ, എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഒട്ടും മറക്കത്തില്ലാത്തൊരു ചാപ്റ്റർ ആയിരിക്കും ലാൻഡ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. കാരണം എനിക്ക് അത്രത്തോളം ഒരു കമ്മിറ്റ്മെൻറ്റ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി പോലെ ഓക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ ഈ ഒരു പ്രോസസ്സിങ്ങിനകത്ത് കുറച്ച് ലാഗൊക്കെ വന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു നമ്പർ തന്നിട്ടാണ് ഞാൻ ലാൻഡ്സ്റ്റിറ്റ്യൂട്ടിൽ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം തുടക്കത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു. കാരണം ഓൾറെഡി ഞാൻ ഇങ്ങനൊരു അബദ്ധം എനിക്ക് വന്നു. അപ്പം ഇനിയും എല്ലാവരും ഇങ്ങനെയാണെന്നുള്ള ഒരേ കണ്ണിലാണ് ഞാൻ എല്ലാ ഏജൻസീസിനെയും കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ആദ്യം വിളിച്ചപ്പോഴും ലാൻഡ്സ്റ്റിറ്റ്യൂട്ടിൽ ജെനി എന്ന് പറയുന്ന ആളാണ് കോളൊക്കെ എടുത്തത്. അപ്പം ജെനി എല്ലാം നന്നായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു, ഇങ്ങനെയാണ്. ഓക്കെ, പിന്നെ ശില്പ പിന്നെ ഒരു ഇത്രയും ലാഗ് വന്നത് കൊണ്ട് ചിലപ്പം എംപ്ലോയർ ചിലപ്പോൾ ഒന്നുകൂടെ എക്സാം എഴുതാൻ പറയാൻ ചാൻസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ എല്ലാം ഓപ്പണായിട്ട് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എനിക്കൊരു പോസിറ്റിവിറ്റി തോന്നിയൊരു കാര്യം, എല്ലാം ഇവർ ഓപ്പണായിട്ട് പറയുന്നുണ്ട്, ഒന്നും സത്യം പറഞ്ഞാൽ ഹൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതെനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയൊരു കാര്യം. എന്നാലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ര ഒരു വലിയ വിശ്വാസമൊന്നും. അതെ, നമുക്കിപ്പോ ഇന്നലെ കണ്ട ഒരാളല്ലേ, ഓക്കെ, നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ പിന്നെ പോകെ പക്ഷെ എനിക്ക് ആദ്യം ഇപ്പം ലാൻഡ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇത് പറയുവാണെങ്കിൽ നമുക്കൊരു ഇന്റർവ്യൂ സ്ക്രീനിങ് കാണും. ഓക്കെ, അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ക്രീനിങ് കാണും. അതായത് നമ്മളിപ്പോൾ ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന ആളുകളല്ലേ, നമ്മുടെ ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് എത്രത്തോളം ഉണ്ടെന്ന് അവർക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു സ്ക്രീനിങ് വെക്കുന്നത്. അപ്പം ആ സ്ക്രീനിങ്ങിന് മുമ്പ് ലാൻഡ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ് തരും. ഒരു 15 days നീണ്ടു നിൽക്കുന്ന ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്. അതായത് ആദ്യം ഒരു കുട്ടി ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ മനസ്സിലൊരു ഐഡിയയും കാണത്തില്ല, എന്തൊക്കെ ചോദിക്കും എന്നൊന്നും നമുക്കൊരു ഐഡിയയും കാണില്ല. അപ്പം അതിനുള്ളൊരു ക്ലാസ് അത്. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കത് വേണ്ട. കാരണം എനിക്ക് ഓൾറെഡി ഒരു 1 year ഒക്കെ എനിക്ക് 1 year ആയിട്ടില്ല, എന്നാലും ഒരു 6-7 മാസത്തോളം ഒരു ലാഗ് വന്നല്ലോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ഇനി ഇത് വേണമെന്നില്ല, പ്രിപ്പറേഷൻ വേണമെന്നില്ല, എനിക്ക് നിങ്ങൾ ഡയറക്റ്റ്ലി ഒരു തന്നു. അപ്പോഴും എൻ്റെ ലാംഗ്വേജിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ ആദ്യം തന്നെ സ്ക്രീനിങ് തന്നോളൂ. ഓക്കെ, ഒട്ടും ലേറ്റ് ആയിട്ടില്ല, പിറ്റേ ദിവസം തന്നെ എനിക്ക് സ്ക്രീനിങ് തന്നു. ഓക്കെ, അപ്പോൾ സ്ക്രീനിങ്ങും തന്നു. സ്ക്രീനിങ്ങിൽ എനിക്ക് ഐഷ മാം ആയിരുന്നു എനിക്ക് സ്ക്രീനിങ് എടുത്തത്. അപ്പം വളരെ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള രീതിയാണ് മാം എനിക്ക് സ്ക്രീനിങ് ഒക്കെ എടുത്തു തന്നത്. എന്നിട്ട് സ്ക്രീനിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഒരു ഫീഡ്ബാക്കുമാണ് എനിക്ക് കിട്ടിയത്. അപ്പം ആ ടൈമിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, 6-7 മാസം ഇത് മാത്രം എക്സ്പെക്റ്റ് ചെയ്ത് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ആ ടൈമിൽ എൻ്റെ ലാംഗ്വേജ് സ്കിൽ ഓക്കെ ആയതുകൊണ്ട് എനിക്ക് ലാൻഡ്സ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ കോൺടാക്ട് ചെയ്തു. ലൈക്ക് ഇവിടെ ട്യൂട്ടർ ആകാമോ എന്നൊന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഒരു പ്രതീക്ഷ തന്നൊരു കാര്യമായിരുന്നു. കാരണം എനിക്ക് ലാംഗ്വേജ് എനിക്ക് ഓക്കെയാണ്. അപ്പോൾ പിന്നെ എനിക്ക് എന്നാൽ പിന്നെ ഒരു വരുമാനം ആവുമല്ലോ, എനിക്കൊരു ഇത്ര നാളും ഒരിക്കലും ഇൻകം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ലാൻഡ്സ്റ്റിറ്റ്യൂട്ടിൽ ഒരു ട്യൂട്ടറായിട്ട് കയറിയത്. ഓക്കെ, പിന്നെ എനിക്കൊരു ഭയങ്കര സന്തോഷത്തോടെ പറയുന്ന കാര്യമാണ്, അന്ന് ഞാനൊരു ഇൻ്റർവ്യൂ ഒരു പ്രിപ്പറേഷൻ ഞാൻ അറ്റൻഡ് ചെയ്തില്ലല്ലോ. ഓക്കെ, പക്ഷേ ഞാൻ ആദ്യം ബാച്ചസ് എടുത്തു തുടങ്ങിയത് A1 ബാച്ചസ് ആയിരുന്നു. പിന്നെ ക്രമേണ A2 എടുത്തു, B1 എടുത്തു, B2 എടുത്തു. പക്ഷേ ഞാൻ ജോയിൻ ആയതിൻ്റെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ബാച്ച് കിട്ടാൻ തുടങ്ങി. ഓക്കെ, അപ്പം അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം ഞാൻ അന്ന് അറ്റൻഡ് ചെയ്യേണ്ടിയിരുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ അന്നായൊരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സിൽ ജോയിൻ ആയിരുന്നെങ്കിൽ ചിലപ്പം ആ ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ടായിരുന്നേനെ എനിക്കൊരു ഇത് കിട്ടുക, ഒരു സ്ക്രീനിങ് കിട്ടുക. അപ്പം ചിലപ്പോൾ ഒരു പക്ഷേ അത്രയും സ്റ്റുഡൻസിൻ്റെ കൂടെ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ എനിക്ക് ഈ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ എനിക്ക് ഇന്നത്തെ ആ ഒരു ട്യൂട്ടർ പൊസിഷനും ചിലപ്പം കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അന്ന് ഞാൻ ജോയിൻ ചെയ്യാനിരുന്ന ബാച്ചിൽ ഞാൻ അവരുടെ ട്യൂട്ടറായിട്ട് വന്നത് എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ആ ഒരു ടൈമിലൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന ബാച്ചസിലും അതുപോലെ തന്നെ ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്ന ബാച്ചസിലും ഒക്കെ ഞാൻ എസ്പെഷ്യലി ഈ ഒരു പ്രോസസ്സിങ്ങിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രോസസ്സിങ്ങിനെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ കൊടുക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞിരുന്നത് നമ്മുടെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യമായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ എൻ്റെ ഫസ്റ്റ് സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞു. അതൊരു ഫെബ്രുവരി ഒരു സ്റ്റാർട്ടിങ് കണ്ടിട്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്കൊരു 2
സ്ക്രീനിങ് അല്ലാതെ നടന്നിട്ടുണ്ട്. അതും ഒത്തിരി ലാഗൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോഴൊക്കെ എനിക്ക് അത്ര വലിയൊരു വിശ്വാസം തോന്നണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ആ പറഞ്ഞ നേരത്തെ ഒരു ഇൻസിഡൻറ്റ് തന്നെ. ഓക്കെ, അതിന് ശേഷം എനിക്കൊരു ഒത്തിരി ലാഗൊന്നും എടുക്കാതെ തന്നെ പെട്ടെന്നായിരുന്നു എനിക്കൊരു ഒരു എൻ്റെ 2 സ്ക്രീനിങ്ങിന് ശേഷം എനിക്ക് പെട്ടെന്നൊരു എംപ്ലോയർ ഇൻ്റർവ്യൂ തന്നു. ഓക്കെ, അതും ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ വേറെ എവിടെയും കേട്ടിട്ടില്ല. നമ്മുടെ ഇൻ്റർവ്യൂവിന് മുമ്പായിട്ട്, ഓക്കെ, അതായത് ഒരു സ്റ്റെപ്പായിട്ട് ഈ പ്രോസസ്സിങ് വരുന്നത്. ആദ്യം ഒരു സ്ക്രീനിങ് നമ്മുടെ ലാംഗ്വേജ് സ്കിൽ അറിയാനായിട്ട്, പിന്നെ അതല്ലാതെ തന്നെ വേറെ 2 സ്ക്രീനിങ്, പിന്നെ ഒരു ഇൻ്റർവ്യൂ നമുക്ക് കിട്ടിയതിന് ശേഷം അതിന് ഒരാഴ്ച മുമ്പ് തന്നെ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരാഴ്ചയിൽ നമുക്കൊരു മൺഡേ ടു ഫ്രൈഡേ, ഇപ്പോൾ അടുത്ത മൺഡേ നമുക്ക് എക്സാം എങ്കിൽ ഒരു മൺഡേ ടു ഫ്രൈഡേ നമുക്ക് കണ്ടിന്യൂസ് പ്രാക്ടീസ് ഇവർ തരും. ഓക്കെ, അതായത് ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രാക്ടീസ്. ഓക്കെ, അപ്പം അതിനകത്ത് നേറ്റീവ് സ്പീക്കേഴ്സ് വന്ന് നമുക്ക് ട്രെയിനിങ് തരും. ഓക്കെ, അപ്പം അത്രയും നമുക്കൊരു കോൺഫിഡൻസ്. അതെ, നേറ്റീവ് ജർമ്മൻ സ്പീക്കേഴ്സ് വരാറുണ്ട്, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സ്പീക്കേഴ്സ് വരാറുണ്ട്. ഓക്കെ, സോ ദെൻ ഇവരൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എസ്പെഷ്യലി ആ ലാംഗ്വേജ് നമുക്കൊന്ന് ക്ലിക്കാവും. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും ഒരു 5 ഡേയ്സിലെ പ്രാക്ടീസൊക്കെ കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് കോൺഫിഡൻ്റ് ആവും. ലൈക്ക് നമുക്കൊരു ഇൻ്റർവ്യൂ നമുക്ക് അറ്റൻഡ് ചെയ്യാമെന്നൊരു, അവരെന്ത് ചോദിച്ചാലും നമുക്ക് പറയാം എന്നൊരു ഇതിലേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എത്തും. അപ്പം അതൊക്കെ ഞാൻ എസ്പെഷ്യലി എടുത്തു പറയുവാണ്. അപ്പം ഈ ഒരു ത്രൂ ഔട്ട് ജേർണിയിൽ തന്നെ ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് മുർഷിദ് സാറ്, ഓക്കെ, സാറൊക്കെ ആണെങ്കിലും ഇടയ്ക്കൊക്കെ ആണെങ്കിലും ചോദിക്കും എവിടം വരെ ആയി നമ്മുടെ പ്രോസസ്സിങ് എന്നൊക്കെ ചോദിക്കും. പിന്നെ ജെനി, ലൈക്ക് പിന്നെ ഹഫ്സൽ സാറ്, നമ്മൾ ത്രൂ ഔട്ട് ഈ ജേർണിയിൽ ഹഫ്സൽ സാർ, ഐഷ മാം, ഇവരൊന്നും ഞാൻ ഒരിക്കലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറക്കില്ല. കാരണം അത്രത്തോളം ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളുകളാണ് എൻ്റെ ലൈഫിൽ അവർ. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ ലാസ്റ്റൊക്കെ ആണെങ്കിലും ഇതുപോലെ ഇപ്പം എൻ്റെ ലൈക്ക് ഞാൻ റിസൈൻ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഈ ഒരു മന്ത് ഞാൻ റിസൈൻ ചെയ്യുവാണ് ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പം ഞാൻ ഒരുപാട് സത്യം പറഞ്ഞാൽ ഈ ഒരു ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാമിലിനെ ഞാൻ മിസ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ റിസൈൻ പറയുമ്പോഴാണെങ്കിലും ഓക്കെ അവർ ഹാപ്പിയാണ്. ഓക്കെ, അതായത് എൻ്റെ ആ ഒരു പ്രോഗ്രസ്സിൽ, അതായത് ഞാൻ വന്ന ആ ഒരു 0 ലെവലും ഇപ്പോൾ ഉള്ള ആ ഒരു ലെവലും, ഓക്കെ, അപ്പം എല്ലാം എനിക്ക് ബെനിഫിറ്റ് ആയിരുന്നു. എൻ്റെ ലാംഗ്വേജ് എനിക്ക് ഒന്നുകൂടെ ഇമ്പ്രൂവ് ആക്കി, ആ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞത് എനിക്ക് ഇച്ചിരിയും കൂടെ ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ പറ്റി. അതുപോലെ തന്നെ ഒരു ഹോപ്പ് എന്നിൽ ശരിക്കും പറഞ്ഞാൽ ആ ഫുൾഫിൽ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഒരു ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇതാണ് ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാമിലി എന്ന് പറയുന്നത്. താങ്ക് യു. സോ ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നേഴ്സുമാരുണ്ടാവും. അതിലൊരുപാട് പേര് ഇത് കാണുന്നുണ്ടാവും. അവർക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളാണ് ശില്പ. വളരെ ഹാപ്പിയാണ് ഞാനിത് പറയുമ്പോൾ. കാരണം നമ്മൾ ഇത്രയും കുറച്ച് വർഷമായി നമ്മൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇത്രയും നല്ല റിസൾട്ട് ഒരാൾ ലൈഫിൽ, വെറുതെ റിസൾട്ട് എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഒരാൾ കരിയറിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മളും ശില്പയോട് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്, നമ്മളോട് കോപ്പറേറ്റ് ചെയ്തതിനും നമ്മൾ ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചൂസ് ചെയ്തതിനും. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ ടോട്ടലി ഈ ഒരു സിനാരിയോയിൽ നടക്കുന്ന സ്കാംസിനെ പറ്റിയും ഇതിൻ്റെ റിയാലിറ്റിയെ പറ്റിയും നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഗുഡ് ബൈ.